ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് ശർക്കര ലായനി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം തൈര് 1.5 സ്പൂൺ തൈര് നമുക്കിതിൽ ചേർക്കാം. ഇതെല്ലാം ഒഴിക്കുമ്പോഴത്തേക്ക് ഇതിലുള്ള സ്മെല്ലൊന്നും കാണത്തില്ല. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമസ്കാരം, ആരോഗ്യപച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സമയക്കുറവുള്ളവർ, സ്ഥലക്കുറവുള്ളവർ, അതേപോലെ പട്ടണത്തിലും ഫ്ലാറ്റിലും താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൃഷി രീതിയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് പച്ചക്കറിയുടെ വേസ്റ്റ് എന്ത് ചെയ്യണമെന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ വേസ്റ്റ് എല്ലാം അവർക്ക് ഒഴിവാക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് ഉപയോഗമുള്ള ഒരു സ്ലറിയായി മാറിയാലോ അല്ലെങ്കിൽ ഒരു വളക്കൂട്ടായി മാറിയാലോ, അപ്പൊ അത് തന്നെ യാതൊരു സ്മെല്ലും ഇല്ലാതെ, അതേപോലെ പുഴുക്കളൊന്നും വരാതെ ചെടികൾക്ക് പറ്റിയ ഒരു വളക്കൂട്ടായി മാറി എങ്ങനെയിരിക്കും? അങ്ങനെ ഒരു വളക്കൂട്ടിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. പച്ചക്കറി വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന വളക്കൂട്ടിന് ആവശ്യമായ സാധനങ്ങൾ: ഇത് 1 ദിവസത്തെ പച്ചക്കറിയുടെ വേസ്റ്റ്, ഇത് 100 ഗ്രാം ശർക്കര, ഒരു 1.5 സ്പൂണോളം തൈര്, 1 കപ്പ് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം, 1/2 ലിറ്റർ വെള്ളം. ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ദിവസത്തെ പച്ചക്കറിയുടെ വേസ്റ്റാണ്. ഇപ്പം ഇത് നമുക്ക് ഇന്നത്തെ ദിവസം കിട്ടിയ എല്ലാ പച്ചക്കറിയുടെ വേസ്റ്റും പഴത്തിൻ്റെ തൊലിയും എല്ലാം ഉണ്ട്. അപ്പം ഈ പഴത്തിൻ്റെ തൊലിയും പച്ചക്കറികളും എല്ലാം ഈ ഒരു കപ്പ് കഞ്ഞിവെള്ളത്തിൽ അരച്ചെടുക്കണം. അപ്പം അതിനുവേണ്ടി നമുക്കിത് അരച്ചുകൊണ്ടുവരാം. അപ്പം മോൾ ഇത് കൊണ്ടുപോയി അരച്ചുകൊണ്ടുപോകാം. നമ്മുടെ പല സുഹൃത്തുക്കൾക്കും സംശയം, ഗ്രോ ബാഗ് കൃഷി അത് ശാസ്ത്രീയമായിട്ടാണോ, അതിന് ചിലവ് കൂടുതലാണ്, ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ശാസ്ത്രീയമായിട്ട് ഞങ്ങൾ പഠിച്ച് ചെയ്യുന്നതാണ്. പോരാത്തതിന് കൃഷി ഓഫീസറുടെ നിർദ്ദേശവുമുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ള കൃഷി ഓഫീസറോട് നിർദ്ദേശങ്ങൾ ചോദിക്കാം. ഇതെന്തെങ്കിലും തെറ്റുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കാം. മറ്റൊരു കാര്യം, ഇതിന്റെ ചിലവിന്റെ കാര്യമാണ്. നമ്മൾ പറഞ്ഞത് മണ്ണിന് എന്തായാലും പൈസ ചിലവാകത്തില്ല. പിന്നെ ഉള്ളത് മണലാണ്. മഴ പെയ്യുമ്പോൾ ഒലിച്ചു വരുന്ന മണലാണ് എടുക്കാൻ പറഞ്ഞത്. മറ്റൊന്ന് ചാരമാണ്. ചാരം നമുക്ക് തീ കത്തിച്ച് ഉണ്ടാക്കുന്ന ചാരവും കരിക്കട്ടയും ഉപയോഗിച്ചാൽ മതി, അതിനും പൈസ കൊടുക്കണ്ട. പിന്നെ ഒന്ന് ഉമി, നെൽകൃഷിയുള്ളവർക്ക് ഉമിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇനി ഉമി കിട്ടിയില്ല എന്നുണ്ടെങ്കിലാണ് വൈക്കോലിന്റെ പൊടി ചേർക്കേണ്ടത്. മറ്റൊരു കാര്യം, കരിഞ്ഞ ഇലകളാണ്. ഈ കരിഞ്ഞ ഇലകൾക്കും നമുക്ക് പൈസ കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ പൈസ കൊടുക്കേണ്ട ഏതിനാണ്? കുമ്മായം. 100 ഗ്രാമിന് 1 രൂപയ്ക്ക് താഴെയേ ചിലവുള്ളൂ. അപ്പൊ അത് 1 രൂപയായിട്ട് കണക്ക് കൂട്ടാം. വേറൊന്ന് 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക്. വേപ്പിൻ പിണ്ണാക്ക് 100 ഗ്രാമിന് 3 രൂപ, എല്ല് പൊടിക്ക് 3 രൂപ, കപ്പലണ്ടി പിണ്ണാക്കിന് 5 രൂപ. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ചിലവാകുന്നത് 12 രൂപയാണ്. അപ്പൊ ഒരു ഗ്രോ ബാഗിൽ നമ്മൾ നിറയ്ക്കുമ്പോൾ നമുക്ക് ചിലവാകുന്നത് 12 രൂപ മാത്രമാണ്. നമ്മൾ അനാവശ്യമായി എത്ര രൂപയാണ് ചിലവാക്കുന്നത്. എന്നാൽ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ഭാവി തലമുറ, അതായത് നമ്മുടെ കുട്ടികൾക്ക് വിഷമില്ലാത്ത പച്ചക്കറികളും പഴങ്ങളും കൊടുക്കുന്നതിന് വേണ്ടി അല്പം പൈസ ചിലവാക്കുന്നതിന് എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ട്? അപ്പൊ നമ്മൾ അത് സന്തോഷത്തോടെ ചെയ്യണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾക്ക് ആരോഗ്യമുണ്ടാകും. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ എല്ലാവർക്കും ടെൻഷനാണ്. ഈ ടെൻഷനൊന്നും ഇല്ലാതെ വളരെ സന്തോഷകരമായിട്ട് ജീവിതം നയിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും കൃഷിയിൽ നമ്മൾ ഇറങ്ങണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മക്കളെയും ഈ കൃഷിയുടെ രംഗത്തേക്ക് കൊണ്ടുവന്നത്. അവർ നല്ല സപ്പോർട്ടാണ്. ഈ വീഡിയോ എടുക്കുന്നത് തന്നെ എൻ്റെ മോനാണ്. മോള് കൂടെ എൻ്റെ ഒപ്പം ഉണ്ട്. അതേപോലെ തന്നെ ഹസ്ബൻഡും കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ കൃഷി രീതി. നിങ്ങളും അതേ കണക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിനും നല്ല സന്തോഷം ഉണ്ടാകും. ഇനി മറ്റൊരു കാര്യം, മണ്ണില്ലാ കൃഷിയാണ്. അതിന് നമ്മൾ പേപ്പർ ഉപയോഗിച്ച് ചെയ്തിരുന്നു. ചിലരെല്ലാം നമ്മളെ ഒരു തമാശ രൂപത്തിൽ ചോദിച്ചു, നമ്മൾ ചന്ദ്രനിലാണോ ജീവിക്കുന്നതെന്ന്. നമ്മുടെ ഈ ഭൂമിയിൽ ഇത്രയും മണ്ണുണ്ടായിട്ടും കൃഷി ചെയ്യാത്ത എത്രയോ പേരുണ്ട്. ഇപ്പൊ ഫ്ലാറ്റിലെല്ലാം താമസിക്കുന്നവർക്ക് മണ്ണ് കിട്ടുന്നില്ല. അതേപോലെ കടൽപ്പുറത്ത്, കായൽപ്പുറത്ത് ഒക്കെ താമസിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരെല്ലാം പറഞ്ഞത് നമുക്ക് പറ്റിയ, അതായത് നല്ല മണ്ണ് കിട്ടാത്ത നമുക്ക് പറ്റിയ ഒരു കൃഷി രീതി കാണിക്കാൻ പറഞ്ഞതാണ്. ഇത് നമ്മളെ കൃഷി ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ച ഒരു കൃഷി രീതിയാണ്. പിന്നെ ഈ പേപ്പറിന്റെ വിഷത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അത് മാറ്റുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ ടോക്സിൻ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചാരം അല്ലെങ്കിൽ കരിക്കട്ട ചേർന്ന ചാരം ഉപയോഗിച്ച്. അതുകൊണ്ട് അത് പ്രശ്നമില്ല. അപ്പൊ അങ്ങനെ നമുക്ക് കൃഷി ചെയ്യാം. മണ്ണില്ലാത്ത സുഹൃത്തുക്കൾക്കും കൃഷി ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് നമുക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് അതിൽ ഈ തിരി നന ഇല്ലെങ്കിൽ പോലും ആ സ്റ്റാൻഡിൽ നമുക്ക് ഇതേപോലെ ചെയ്ത് അത്യാവശ്യത്തിന് കൃഷി ചെയ്യാം. ഒരു ദിവസമെങ്കിലും വിഷമില്ലാത്ത പച്ചക്കറി ഉപയോഗിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. അത്രയും നമുക്ക് രോഗങ്ങളെ അകറ്റി നിർത്താം. അപ്പൊ അതാണ് വേണ്ടുന്നത്.
അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലോട്ട് വരാം. നമുക്ക് കൊണ്ടുപോകാം. അപ്പൊ ഇവിടെ അരച്ചു കൊണ്ടുവന്ന് ഇത് ഇന്നത്തെ പച്ചക്കറിയുടെ വേസ്റ്റും കഞ്ഞിവെള്ളവും ചേർന്ന ഒരു കട്ടി ലായനിയാണ്. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇത് ഏകദേശം ഒരു 100 ഗ്രാം കറുത്ത ശർക്കരയാണ്. ഇത് 1/2 ലിറ്റർ വെള്ളമുണ്ട്. ഇതിലൊന്ന് നന്നായിട്ട് കലക്കിയെടുക്കുക. അപ്പൊ ഈ ശർക്കര നമ്മൾ ഒരു 1/2 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയെടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് പച്ചവെള്ളത്തിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര പെട്ടെന്ന് അലിയുന്നതിന് വേണ്ടി ഒന്ന് തിളപ്പിച്ച് അതൊന്ന് അരിച്ചെടുക്കാം. അപ്പൊ അങ്ങനെ അരിച്ചെടുത്ത ഒരു ലായനി നമുക്ക് വേണം. പിന്നെ വേണ്ടത് തൈരാണ്. തൈര്, നല്ല തൈര് ഒരു 1 സ്പൂൺ മുതൽ 1.5 സ്പൂൺ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ശർക്കരയും തൈരും ചേർക്കുമ്പോഴത്തേക്ക് സ്മെല്ലുണ്ടാവത്തില്ല. നിങ്ങൾക്ക് ഫ്ലാറ്റിലാണെങ്കിലും അടുക്കളയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ വളക്കൂട്ട് തയ്യാറാക്കി വെക്കാം. യാതൊരു സ്മെല്ലും ഇതിനുണ്ടാകത്തില്ല. നമുക്കിത് 3 ദിവസമാണ് അടച്ചു വെക്കേണ്ടത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ പച്ചക്കറി വേസ്റ്റും കഞ്ഞിവെള്ളവും അരച്ചു വെച്ച കൂട്ടിനോടൊപ്പം ഈ ശർക്കര ലായനിയും തൈരും ചേർത്ത് ഇളക്കാം. ഒഴിച്ചോ. ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് ശർക്കര ലായനി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം തൈര്, 1.5 സ്പൂൺ തൈര് നമുക്കിതിൽ ചേർക്കാം. ഇതെല്ലാം ഒഴിക്കുമ്പോഴത്തേക്ക് ഇതിലുള്ള സ്മെല്ലൊന്നും കാണത്തില്ല. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നല്ല കുറുകുറായുള്ള ഒരു ലായനിയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് നേർപ്പിച്ച് അടച്ചു വയ്ക്കാം. യാതൊരു സ്മെല്ലും ഉണ്ടാകത്തില്ല. നന്നായിട്ട് അടച്ച് വെക്കണം. ഇത് 3 ദിവസമാണ് നമുക്ക് അടച്ചു വെക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ ലായനി തയ്യാറായി കഴിഞ്ഞു. ഇത് നമുക്ക് ഇനി മാറ്റി വെച്ചിട്ട്, ഇത് 3 ദിവസത്തിന് മുന്നേ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു വളക്കൂട്ടാണ്. അപ്പൊ അതാണിത്. ഇത് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, നമ്മൾ തിരിനനയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന്റെ ഈ കട്ടി ഭാഗം മാറ്റി ഇതിന്റെ നേർത്ത വെള്ളം അരിച്ചെടുത്ത് നമുക്ക് ആ പൈപ്പിനകത്ത് 1 ലിറ്ററിന് 7 ലിറ്റർ വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. അതല്ല നമ്മൾ ഗ്രോ ബാഗിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇനി തിരിനന ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവർ ഗ്രോ ബാഗിലായിരിക്കും ചെയ്യുന്നത്. അതേപോലെ ആദ്യം നമ്മൾ ഗ്രോ ബാഗ് കൃഷിയാണ് കാണിച്ചത്. അപ്പൊ അങ്ങനെ ഗ്രോ ബാഗ് കൃഷിയിലാണ് നമ്മൾ ഒഴിക്കുന്നതെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി, അതായത് മേല് കട്ടി ഭാഗം കാണും. അപ്പൊ ഈ കട്ടിയും ഈ ലായനിയും എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി 1 ലിറ്ററിന് 7 ലിറ്റർ വെള്ളം ചേർത്ത് നമുക്ക് ചെടിയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഗ്രോ ബാഗ് വെച്ചിരിക്കുന്നത് 2 ചുടുകട്ടയുടെ പുറത്താണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ലായനികളെല്ലാം ഒഴിക്കുന്നത് അധികം വന്നാലും ആ ചുടുകട്ട പിടിച്ചോളും. ഇനി ചുടുകട്ട ഇല്ലെന്നുണ്ടെങ്കിൽ തൊണ്ട് നമുക്ക് അടുപ്പ് കൂട്ടുന്ന രീതിയിൽ 3 തൊണ്ട് 3 വശത്തായിട്ട് വെച്ച് ഗ്രോ ബാഗ് വെക്കാം. ഈ ചുടുകട്ട മേടിക്കുന്ന ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അങ്ങനെ നിങ്ങൾക്ക് ടെറസിന്റെ മണ്ടയിൽ ചെയ്യാം. ഇനി നമ്മൾ തയ്യാറാക്കി ഈ വളക്കൂട്ട് എങ്ങനെയാണ് ഒഴിക്കുന്നതെന്ന് നോക്കാം. ഇത് 7 ലിറ്റർ അല്ലെങ്കിൽ 7 ഇരട്ടി വെള്ളം ചേർത്ത ലായനിയാണ്. അപ്പൊ ഇത് നമുക്ക് ഇത് ചെറിയ തൈ ആയതുകൊണ്ട് ഒന്ന് മാറ്റി ഒഴിച്ചു കൊടുക്കാം. വളരെ ചെറിയ തൈയാണ്, ഒന്ന് വലുതായില്ല. അപ്പൊ അതുകൊണ്ട് ഒന്ന് മാറ്റി ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമുക്ക് അധികമാവാതെ കറക്റ്റ് അളവിന് ഒഴിച്ചു കൊടുക്കാം. പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന ഈ വളക്കൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം നമ്മൾ സൊല്യൂഷൻ ആണ് ഉണ്ടാക്കുന്നത്. ഇത് ഒരു വളക്കൂട്ടായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ വളക്കൂട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണുന്നതിന് വേണ്ടി തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെൽ ഐക്കൺ കൂടെ കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നന്ദി, നമസ്കാരം.